എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പറയുകയാണ്. ന്യൂ ഇയർ ആവാൻ പോവാണ്. ഈ വർഷം അങ്ങ് പെട്ടെന്ന് കഴിഞ്ഞു. എല്ലാം അറിഞ്ഞാ നമ്മൾ ചുമ്മാങ്ങിയിരുന്ന് ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഈ വർഷമാണ് നമ്മുടെ ചാനലും കൂടി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വർഷം കഴിയാൻ പോവാണ്. അതിൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ എന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ ഇടുമെന്ന്. അപ്പോൾ നിങ്ങൾ തന്നെ കമൻറ്റിൽ വന്നായിരുന്നു, പ്ലീസ് കുക്കിംഗ് വീഡിയോ ഇടുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ക്രിസ്മസും കൂടിയല്ലേ, അപ്പോൾ നിങ്ങളും പറഞ്ഞില്ലേ ക്രിസ്മസിന് ഇടാൻ. അപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് തന്നെ നമ്മുടെ കുക്കിംഗ് വീഡിയോ ഇടാം. അപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നത് നമുക്ക് അച്ഛനോട് ചോദിക്കാം നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എണ്ണ ഒഴിക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ നാടൻ ചിക്കൻ കറി. എങ്ങനെയുണ്ട്? നമ്മൾ നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി. അപ്പോൾ നമ്മളിത് എണ്ണ ഒഴിച്ചു കേട്ടോ. അപ്പോൾ അച്ഛൻ ഉണ്ടല്ലോ, എത്ര വർഷം മുമ്പ്? 22 വർഷം മുമ്പ് ഡൽഹിയിൽ ഇന്ത്യൻ കോഫീസ് എന്ന് പറയുന്ന ഒരു എന്താ അത് ഇന്ത്യൻ കോഫീസ് സൊസൈറ്റിയിൽ ജോലി ഉണ്ടായിരുന്നു. ഈ കുക്കിംഗ് ഒക്കെ അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചിക്കൻ കറിയുടെ ഒരു വേറൊരു ടൈപ്പാന്ന് തോന്നുന്നു അല്ലേ? അതിൻ്റെ വേറൊരു ടൈപ്പ് കുക്കായിരുന്നു. അപ്പോൾ എനിക്ക് സമൂസയൊക്കെ ഉണ്ടായി തരുമായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ടായി തരും. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കല്ലേ ഈ ചാനൽ തുടങ്ങി, അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്ത. നമ്മൾ പണ്ട് ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ടാക്കും. നമുക്ക് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസം, അതൊക്കെ നമ്മൾ പിന്നെ ആയിട്ട് വീഡിയോ ഇടും. അപ്പോൾ അതെ എണ്ണ ചൂടായി. നമുക്കിപ്പോൾ സബോള ഇടാം. സബോള ഇടാം. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസുകൾ. ഇനി ഐറ്റംസ് ഉണ്ടെന്ന് തോന്നണല്ലേ? ഇനിയുണ്ട് ഗൈസ് ഐറ്റംസ്. അപ്പോൾ എന്താ ഇടാൻ പോകുന്നത്? സബോള ഇടാൻ പോകുന്നത്. അയ്യോ, എടുക്കത്തെ ചൂട ഇട്ടിട്ടുണ്ട്. നമ്മൾ സബോള ഇട്ടു. ഇളക്കണ്ടേ? നമ്മുടെ കൃഷിക്കാരൻ നമ്മുടെ സബോളയൊക്കെ നല്ലോണം ഇളക്കുവാണ്. അപ്പോൾ ഈ സബോളയൊക്കെ നല്ല ചൂട് എണ്ണയിൽ കിടന്ന് വരണ്ട ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് നമുക്കിനി വരാവേ. ഞാനൊരു പൊട്ടത്തരം പറഞ്ഞാണ്. അച്ഛനാണ് പറഞ്ഞത് ഇനി ഈ സംഭവമൊക്കെ കൂടി ഇടണമെന്ന്. ഞാൻ അതിന് മുമ്പ് ക്യാമറ ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പച്ചമുളക് ഇടുവാണ്. നമ്മുടെ സ്വന്തം പച്ചമുളകാണ്. അപ്പോൾ നമുക്കിനി അടുത്തത് ഇഞ്ചിയാണല്ലേ? ഇഞ്ചി നിങ്ങൾക്കറിയാവോ? ഇഞ്ചി കടിച്ചു നടന്നു കുഞ്ചു പഞ്ചാര കുഞ്ചു എന്താ പേര് ആ പാട്ട് നിങ്ങൾക്കറിയാവോ? എങ്കിലൊന്ന് പറയണേ. എൻ്റെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നത്. നല്ല പുകയുണ്ട്. ഇനി എന്തെങ്കിലും ഇടുന്നുണ്ടോ? ഇത് വരണ്ടതല്ലേ? അയ്യോ, എന്നിട്ട് പുകക്കുവാണ്. ഇനി നമ്മൾ തേങ്ങ ഇടാൻ പോവാണേ. തേങ്ങ നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ. ഇത് നമ്മുടെ സ്വന്തം തേങ്ങയല്ല. അപ്പോൾ നമുക്കിനി അടുത്ത അതുകൂടി ഇടില്ലേ? അതാവട്ടെ. അതാണ് നമ്മുടെ എന്താണ്, ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ പൊളിച്ചു, അമ്മ പൊളിച്ചു, അച്ഛൻ പൊളിച്ചു, ചേട്ടൻ പൊളിച്ചു, എല്ലാവരും കൂടി പൊളിച്ചാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് ബാക്കി മസാല ഇടും. അപ്പോൾ നമ്മളിനി ഉപ്പിടാൻ പോവാണേ. ഇപ്പോൾ നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നോക്കൂ, അതുകൊണ്ടാണ് ഇത്ര സ്ട്രോങ്. അവിടെ ഒരു 88 വയസ്സുള്ള അമ്മാമ്മ നടപ്പുണ്ട്. ഇങ്ങനെ നടക്കണം. അത്ര ആരോഗ്യമുണ്ട്. കല്ലുപ്പ് ഇടാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. പൊടിയുപ്പ് ഒഴിവാക്കാനും കൂടി നോക്കാം. അപ്പോൾ നമ്മൾ കല്ലുപ്പ് ഇട്ടപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നല്ലോണം വരണ്ട് വരുന്നുണ്ടല്ലേ? ഉണ്ട്. ഇത്തിരി എണ്ണ കൂടിപ്പോയി ഗൈസ്. എന്താന്ന് വെച്ചാൽ ഷെഫ് മോശം പറയാൻ പറ്റില്ല അമ്മ. ഇത്തിരി കൂടിപ്പോയി. നമ്മൾ ഒഴിച്ചപ്പോൾ കൂടിപ്പോയതാണ്. ഭയങ്കര വാചകാണ്. എന്താന്നോ, ഞാനാണിത് വെച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ എന്നെ കൊന്നേനെ. എന്ന് വെച്ചാൽ അമ്മയാണ് കേട്ടോ അത് പറഞ്ഞത്. അമ്മ അതൊന്നുകൂടി ആ വാചകം പറയൂ. ഒന്നുകൂടി പറ. മിണ്ടത്തില്ല, നാണക്കാരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ വരണ്ട് വരുവാണ്.
ഇത്തിരി വേപ്പില വേണ്ട അച്ഛൻ? ആ എവിടാണോ എവിടാണോ വേപ്പില ഞങ്ങൾ ഇപ്പൊ പോയി പറിക്കണോ? പറഞ്ഞോ. ദാണ്ടിരിക്കണം നമ്മുടെ വേപ്പില. ഇനി നമ്മുടെ വേപ്പില എടുത്തോണ്ട് വരാം. ഞാൻ പോയി വേപ്പില എടുക്കട്ടെ ഗൈസ്. ഇത് മൈക്ക് കുത്തട്ടെ. ആരേലും ഒന്ന് സഹായിക്കണം. ഒന്ന് സഹായിക്ക. ഞാനിവിടെ ഫാനൊക്കെ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. അവിടെ 2 വിശറിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ക്യാമറാമാൻ എനിക്ക് വേപ്പില താത്തി തരുന്നുണ്ട് കേട്ടോ. ഞാൻ ചോളൊക്കെ ഊരിക്കളഞ്ഞ. ഭയങ്കര മെനക്കേടാ ചോളൊക്കെ ഇട്ടോണ്ടിരിക്കാൻ. ഇതിനെ കിട്ടണമില്ല. ഒന്നുകൂടെ താത്തി തരൂ പ്ലീസ്. ഫാൻ ഇവിടെ വെച്ചേക്കാം. താങ്ക് യു താങ്ക് യു താങ്ക് യു. കിട്ടി 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 കിട്ടി. ഇപ്പൊ വരാം. ഇത് ഒടിച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ വേപ്പില പറിച്ചു. പച്ച മഞ്ഞപ്പൊടി ഇടുവാണേ. ഇട്ടോ ഇട്ടു. ഇനി ഇളക്കാം. ഇനി ഇളക്കുമല്ലേ? ഇളക്കുവാന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഫ്രഷ് വേപ്പിലാണ്. ഇത്തിരി കേടുണ്ട്. അത് നമുക്ക് ഇലയൊക്കെ നല്ല ഇല മാത്രം നോക്കിയെടുക്കാം. എൻ്റെ മുഖം നോക്കി. വേപ്പില കൈ തരൂല. നിങ്ങൾക്കറിയാവോ ഈ വേപ്പില ഈ വേപ്പില കൈ തന്നുള്ള പ്രശ്നം അറിയാമോ? എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിവ് ഇത് തെറ്റാണെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നേക്കണം. വേപ്പില കൈ കൊടുത്താൽ നമ്മൾ സ്നേഹം പോകുന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ കൈ കൊടുക്കാത്തത്. ആരും ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ആരും കൈ കൊടുക്കാറില്ല. അപ്പോൾ അച്ഛ വേപ്പില കൂട്ടനെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇലയിൽ അധികം കേടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ലാത്തത്. നല്ല ഇലയാണ്. അടുത്തത് കുറച്ച് മല്ലിപ്പൊടി ഇടുവാണേ. തീ ഇത്തിരി കുറക്കണേ. മുളക് പൊടിയേ. ചിക്കൻ ഇടുവാണ്. ഇപ്പൊ നമ്മള് എല്ലാ ചിക്കനും കൂടെ ഇടുവാണ്. ഇപ്പൊ നല്ലോണം കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് ചിക്കൻ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഗരം മസാല ഇടുന്നു. അല്ലേ സ്പൂൺ ഉണ്ടോ? സ്പൂൺ നമ്മൾ ഗരം മസാല ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇരട്ടി അടിപൊളിയാക്കി എടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്കിനി ഗരം മസാലയൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഒടുക്കത്തെ കാറ്റാണ്. നല്ല കാറ്റാട്ടോ. ഇവിടെ നിൽക്കുമ്പോ തന്നെ നല്ല തണുപ്പുണ്ട്. പക്ഷെ ഈ ചൂട് ഇവിടുത്തെ നമ്മളിപ്പോ ഇത് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. ഗരം മസാല ഒരു 3 സ്പൂണ്. കുറച്ചിട്ടാ മതി. മതി. ഓക്കെ സെറ്റ്. നിങ്ങൾ ഓർക്കും ഇതൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കുന്നല്ല കേട്ടോ. ഇതെല്ലാം നമ്മുടെ തന്നെയാണ്. നമ്മൾ തന്നെ കൊണ്ടുപോയി പൊടിപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ തന്നെ കേട്ടോ ഇതെല്ലാ സംഭവങ്ങളും. നമ്മൾ തന്നെ കൊണ്ടുപോയി പൊടിപ്പിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് അച്ഛക്ക് വീശി കൊടുക്കാം. അപ്പം നമുക്കിതിങ്ങനെ വരട്ടിയെടുക്കാം. ഇവിടെ കുറച്ച് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വേണ്ടിയിരിക്കണുണ്ട് കേട്ടോ. ഇവിടെ അവൾ വിറയിൻ്റെ ഇടയ്ക്ക് പോയി ഇരിക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി അതിൻ്റെ ഇത് കണ്ടോ, കളർ കണ്ടോ? നമ്മൾ കളറൊന്നും ചേർക്കില്ല. നല്ല എല്ലാം പക്കയായിരിക്കും. വെള്ളം. ഇപ്പം നമുക്ക് വെള്ളം എടുക്കാം. വെള്ളം തരുമോ? ഞാനൊന്ന് ഇളക്കാവേ. വെള്ളം ഒഴിക്കാനോ? ഞാൻ ഇളക്കിക്കോട്ടെ. അയ്യോ ഗൈസ്, ഇതിന് ഭയങ്കര പാടാട്ടോ. എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല. ഇളക്ക്. എനിക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ വറ്റുമ്പോൾ തരണേ. ഇവിടെയാണ് ഒടുക്കത്തെ. അയ്യോ പുക കാരണം എൻ്റെ കണ്ണ് നോക്കിയേ. നല്ല പുകയാണ്. നല്ലോണം അടിക്കുന്നുണ്ട് കേട്ടോ മുഖത്തിട്ട്. നമുക്കിനി നമ്മുടെ ചിക്കൻ കറിയിൽ മല്ലിക്കുട്ടനെ ഇടാം. മല്ലിയില അല്ലേ ഇത്? മല്ലിയില നല്ലോണം തിളച്ച് വരുന്നുണ്ട്. വേവിനങ്ങോട്ട് കൊടുക്കാം.
ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി വെച്ചോട്ടെ. ഓക്കെ, ആ മൂടി വെക്കാം. ഇപ്പൊ വാഴയില ഇത് തിളക്കുന്നുണ്ടോ? ഇത് നമുക്കിനി നമ്മുടെ സ്വന്തം വാഴയില കൊണ്ട് തന്നെ ഇതങ്ങ് അടച്ചു വെക്കാം. ഒച്ച കേട്ടോ, നമുക്ക് അടച്ചു വെച്ചാൽ അടച്ചോ. നമ്മൾ വാഴയില വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയത്ത് കാണാം. നമ്മുടെ അച്യുതൻ എത്തിയിരിക്കുന്നു. അച്യുതൻ കേശവൻ രാമനാരായണം. ആണ്ട് ഇത് അച്യുതൻ വന്നിട്ട് ഭയങ്കര കോമഡി കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അരെ വാ, തിന്നില്ല, അതിന് മുമ്പ് അരേ വായിക്ക് വയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്കിനി ചിക്കൻ കറിയുടെ പൊക്കാല്ലേ? അയ്യോ, പ്രാണം പോലെ ചൂടാ. പക്ഷെ നമുക്കിനി പോയി ഇതൊന്ന് കഴിച്ചു നോക്കാം. അതിന് മുമ്പേ ഒരു കാര്യം പറയാം. അമ്മൂമ്മ എവിടെ നിന്നായിരിക്കും, അച്ഛമ്മ എവിടെ നിന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? അച്ഛമ്മ ചിക്കനും ബീഫും തിന്നില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ മോരുകറി, ഇവിടെ ഒരു മുളക് കറി ഉണ്ട്. ഈ മുളക് കറി അയ്യോ ചാടിപ്പോവേ, മുളക് കറിയൊക്കെ കൂടിയിട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് കഴിച്ചു കേട്ടോ. പക്ഷെ ഞങ്ങൾ എന്തായാലും കുറച്ചിടക്ക് പറ്റിക്കും. ഇവിടെ ഇല്ലല്ലോ. ഞങ്ങൾ ചിക്കൻ അരച്ചതിൽ തേങ്ങ ഇട്ട് മുളക് പൊടി അങ്ങ് കൂട്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കും. നഗറ്റ്സ് വറുത്തിട്ട് ഉരുളക്കിഴങ്ങാന്ന് പറഞ്ഞ് നഗറ്റ്സ് കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. പിന്നെ തോരൻ വെക്കുമ്പോൾ തോരനകത്തിട്ട് ചിക്കി കൊടുക്കും. അതൊക്കെയാണ് ആരും പറയരുത്. പിന്നെ ഇത് വേറൊരു കുഴപ്പമില്ല. എൻ്റെ അമ്മയുടെ അലങ്കാര പരിപാടികളാണ്. കുട്ടിച്ചാത്തൻ്റെ തലയിൽ കൊമ്പ് വെച്ചോട്ട് 2 മുളകിനെ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കും. പക്ഷെ ഇത് എടുത്ത പാത്രം എല്ലാം കഴുകി വെക്കാണ്ട്, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് മതി, കഴുകി വെക്കാണ്ട് ഇത് ദഹിപ്പിക്കുകയല്ല കേട്ടോ അമ്മ. ഇല്ല തിരിച്ച് തുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. നമുക്കപ്പോൾ ഇത് കഴിക്കാം. സബോളയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അലങ്കാര പരിപാടിയാണ്. അവിടെ വേറെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ. നമ്മുടെ ചിക്കൻ കറി ആയിട്ടാണ് ആദ്യം കഴിക്കുന്നത്. അമ്മ വാ, ഇരിക്കി കഴിക്കച്ചതാ. പിന്നെ ഞാൻ ഇത്തിരി ചിക്കൻ ആദ്യം കഴിച്ച് നോക്കാം. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. തൊണ്ട കറി. അപ്പൊ എല്ലാരും ലൈക്ക് ചിരിക്കണ കണ്ടോ ഇത്? അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇത്ര ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.